ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തിരുവാതിരപ്പുഴുക്കാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവും തിരുവാതിരപ്പുഴുക്ക്. ഇപ്പോൾ തിരുവാതിര വരാറായല്ലോ, തിങ്കളാഴ്ച തിരുവാതിരയായല്ലോ. അപ്പോൾ തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കി കാണിക്കുന്ന, തിരുവാതിരയ്ക്ക് മുമ്പ് തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കി കാണിക്കുന്ന 1-2 പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു 200 ഗ്രാം മുതിരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ മുതിരയ്ക്ക് പകരം നിങ്ങൾക്ക് വെൺപയറോ അല്ലെങ്കിൽ ചെറുപയറോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഏത് മുതിര പയർ വർഗ്ഗങ്ങൾ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ മുതിരയാണ് എടുത്തത്. ഒരു 200 ഗ്രാം മുതിര നല്ലപോലെ തിരിഞ്ഞ് അതിൻ്റെ കല്ലൊക്കെ കളഞ്ഞ് കഴുകി കുക്കറിൽ ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ച് വേവാൻ വെച്ചു. അതിനുശേഷം എന്താ പുഴുക്കുണ്ടാക്കുന്നതിനുള്ള കഷ്ണങ്ങളാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും കഷ്ണങ്ങളെ കൊണ്ടാണ് കേട്ടോ പുഴുക്കുണ്ടാക്കുന്നത്. ചീമച്ചേമ്പ് 2 ചീമച്ചേമ്പുണ്ട്, 2 മധുരം കിഴങ്ങുണ്ട്, 2 കായയുണ്ട്, കാച്ചിൽ കുറച്ച് കൂർക്കയുണ്ട്, കാച്ചിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പുഴുക്കുണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത് വിട്ടിട്ട് നിങ്ങൾക്ക് വേറെ ഏത് കഷ്ണങ്ങൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ ചെറിയ കിഴങ്ങുണ്ടെങ്കിൽ ചെറിയ കിഴങ്ങ് എടുക്കാം, മറ്റേ എന്താ പറയുക കൊള്ളിക്കിഴങ്ങുണ്ടെങ്കിൽ കൊള്ളിക്കിഴങ്ങ് എടുക്കാം, ഇടിയച്ചക്ക കിട്ടുന്നുണ്ടെങ്കിൽ ഇടിയച്ചക്ക എടുക്കാം. എന്ത് കിട്ടിയാലും നമുക്ക് ഈ പുഴുക്കിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത്ര സാധനങ്ങളെ കൊണ്ടാണ് ഞാൻ പുഴുക്കുണ്ടാക്കുന്നത്. മുതിര നമ്മൾ വേവാൻ വച്ചിരുന്നൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞു കേട്ടോ. അതിനുശേഷം നമ്മൾ കഷ്ണങ്ങളൊക്കെ നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. ചേമ്പ്, കാച്ചിൽ, കായ, കൂർക്ക, മധുരം കിഴങ്ങ് എല്ലാം ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ നല്ലപോലെ കഷ്ണങ്ങളാക്കി നുറുക്കി നല്ലപോലെ കഴുകി നമ്മൾ മുതിരയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുതിര നല്ലപോലെ വേവിച്ച് വെച്ചതാണല്ലോ, ആ മുതിരയിലേക്കാണ് നമ്മൾ ഈ നുറുക്കി കൊണ്ടുവന്ന് കഴുകി വെച്ച കഷ്ണങ്ങളോട് ഇട്ട് കൊടുക്കുന്നത്. എല്ലാ കഷ്ണങ്ങളും ഞാൻ വേവിച്ച മുതിരയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരുപാട് മസാലപ്പൊടികളും ചേർക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ആവശ്യമുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു 2 സ്പൂണ് മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ്, കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടിയല്ല, സാധാരണ എരിവുള്ള മുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അത് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. നമ്മൾ മുതിര വെന്തതാണ്, കഷ്ണം വേവാനുള്ള വെള്ളം വേണ്ടേ. മുതിരയും കഷ്ണങ്ങളും ഒന്നും കൂടി ഒന്നിച്ച് മിക്സായി വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. കുക്കർ അടുപ്പത്ത് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചു. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടി ഒരു മീഡിയം സൈസ് ഒരു തേങ്ങ മുഴുവൻ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 സ്പൂണ് ജീരകം കൂടി ചേർത്ത് നമുക്ക് നല്ല പോലെ അരച്ച് കൊണ്ടുവരാം. തേങ്ങയും ജീരകം കൂടി ഒരുപാട് അങ്ങോട്ട് മെഷി പോലെ അരയണ്ട, ഒരുവിധം തരിതരിപ്പായിട്ട് അരിഞ്ഞാലും മതി. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തു കേട്ടോ. മുതിരയും കഷ്ണങ്ങളും മുളക് പൊടി, മഞ്ഞപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. കഷ്ണങ്ങളൊക്കെ വെന്തു. നമുക്കൊന്ന് കൊണ്ടുകൊണ്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. എല്ലാം യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയും ജീരകം കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി നമുക്ക് ആ കഷ്ണം വേവിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. മുതിരയും കഷ്ണങ്ങളൊക്കെ വേവിച്ചിരുന്ന കുക്കറിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. കഷ്ണങ്ങളും മുതിരയും തേങ്ങയും ഒക്കെ നല്ലപോലെ ഇളക്കി നമുക്ക് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. നല്ലപോലെ യോജിപ്പതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. വേറെ നമുക്ക് ഉള്ളി, മുളക് അങ്ങനെ മൂപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. സാധാരണ നമ്മളങ്ങനെ ഉള്ളിയൊന്നും ഉപയോഗിക്കില്ല ഈ പുഴുക്കിന്. പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇളക്കി യോജിച്ചതിന് ശേഷം നമുക്ക് നല്ലോണം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടും. ഇതാണ് നമുക്ക് സാധാരണ പുഴുക്ക്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ച വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി കറിവേപ്പിലയും ഇട്ട് കൊടുത്തു.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.